Welcome to another video. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫോർത്ത് ഇയർ ഇൻ്റഗ്രേറ്റഡ് BPED Calicut University ഫോർത്ത് ഇയർ ഇൻ്റഗ്രേറ്റഡ് BPED ബയോമെക്കാനിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലെ വൺ വേർഡ് ആൻസേഴ്സാണ്, വൺ വേർഡ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം തന്നെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. അതിൽ ചോദ്യങ്ങളൊക്കെ ആദ്യം വായിക്കാം. The path of an object projected into free air space is known as dash is the opposing force that come into play when one body is actually moving over the surface of another body. And മൂന്നാമത്തെ question, dash is an imaginary balance point where the body weight can be assumed to be concentrated and equally distributed. നാലാമത്തെ question, dash is the process of decreasing the force of an impact between two objects. അഞ്ചാമത്തെ question, transferring dash from vertical to horizontal can reduce force over longer time and greater surface area. So let's look at the answers. ഒന്നാമത്തതിന്റെ ഉത്തരം എന്ന് പറയുമ്പോൾ the path of an object projected into free air, also known as free air space, is known as trajectory എന്നാണ്. The term trajectory is used to describe the path followed by projectile or an object in motion. അതായത് ഒരു മോഷനിലുള്ള ഒബ്ജക്റ്റിന്റെ പാത്തിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറയുന്ന ടേം ആണ് ട്രാജക്ടറി എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് എയറിലേക്ക് ഫ്രീ എയറിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പോകുന്ന പാത്തിന്റെ പേരാണ് ട്രാജക്ടറി എന്ന് പറയുന്നത്. അതാണ് താഴെ കൊടുത്തിട്ടുള്ളത്. The term trajectory is used to describe the path followed by projectile or an object in motion. മോഷനിലുള്ള ഒബ്ജക്റ്റിന്റെ പാത്തിനെ പറയുന്ന പേരാണ് ട്രാജക്ടറി. സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ഉത്തരം ഫ്രിക്ഷൻ ആണ്. The opposing force that come into play when body is actually moving over the surface of another body. ഒരു ബോഡി മൂവ് ചെയ്യുന്നത് മറ്റൊരു ബോഡിയുടെ സർഫേസിന്റെ മുകളിലാണെങ്കിൽ അവിടെ വരുന്ന ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ ഓപ്പോസിംഗ് ഫോഴ്സ് ആണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ദെൻ തേർഡ് ക്വസ്റ്റ്യന്റെ ആൻസർ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആണ്. അതൊരു ഇമാജിനറി ബാലൻസിങ് പോയിന്റ് where body weight can be assumed to be concentrated and equally distributed. Then fourth question, cushioning ആണ്. The process of decreasing force and impact between two objects. അതായത് രണ്ട് ഒബ്ജക്ട്സ് തമ്മിൽ കൂട്ടി ഇടിക്കുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഫോഴ്സ് കുറയ്ക്കുന്ന സംഭവം, അതാണ് cushioning എന്ന് പറയുന്നത്. Then transferring of momentum, fifth questionന്റെ ആൻസർ ആണ്. The vertical and horizontal can reduce force over longer time and greater surface area. Okay. Then true or false in the question like heel strike is the stage where one foot is on the ground and other is on the air. True or false ആണോ എന്നാണ് ചോദ്യം. Linear motion occurs when all part of a body move the same distance in the same direction. Third question, a projectile is any object that given an initial velocity and then follows a path determined entirely by gravity. Then fourth question, the load resistance arm is the point where the load or resistance is located. And fifth, the angle of pull may be defined as angle between lines of pull and muscle and the bone on which it inserts. Let's look at that. ആദ്യത്തതിന്റെ ആൻസർ ഫാൾസ് എന്നാണ് പറയുന്നത്. ഹീൽ സ്ട്രൈക്ക് ഈസ് ദ ഇനീഷ്യൽ കോണ്ടാക്ട് ഓഫ് ഹീൽ വിത്ത് ദ ഗ്രൗണ്ട് ഡ്യൂറിംഗ് വാക്ക്. ഹീൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത് ഹീലിന്റെ കോണ്ടാക്ട് ആണ്, നമ്മൾ നടക്കുമ്പോൾ ഗ്രൗണ്ടുമായിട്ടുണ്ടാവുന്ന ഫസ്റ്റ് കോണ്ടാക്ട് ആണ്. ഓർ റണ്ണിങ്, അല്ലെങ്കിൽ റണ്ണിങ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇറ്റ് occurs when the foot is on the ground and other foot is off the ground. എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ഫുട്ട് ഗ്രൗണ്ടിലാവുമ്പോൾ ഒരു ഫുട്ട് ഓഫ് ദ ഗ്രൗണ്ട് ആയിരിക്കും. ടിപ്പിക്കലി ഡ്യൂറിങ് ദ സ്റ്റാൻസ് ഓഫ് ഫേസ് വാക്കിംഗ് ഓർ റണ്ണിങ്ങിൻ്റെയും വാക്കിങ്ങിൻ്റെയും സ്റ്റാൻസ് പോലെ. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ട്രൂ എന്നാണ്. ലീനിയർ മോഷൻ റെഫർ ടു മൂവ്മെന്റ് ഓഫ് എൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിന്റെ മൂവ്മെന്റിനെയാണ് ലീനിയർ മോഷൻ റെഫർ ചെയ്യുന്നത്. വേർ ഓൾ പാർട്സ് ഓഫ് ദ ബോഡി ഓർ ഒബ്ജക്റ്റ് മൂവ് സെയിം ഡിസ്റ്റൻസ് സെയിം ഡയറക്ഷൻ. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബോഡിയുടെ ഒബ്ജക്റ്റിന്റെ എല്ലാ പാർട്സും
മൂവ് ചെയ്യും സെയിം ഡയറക്ഷനിലോ അതോ സെയിം ഡിസ്റ്റൻസിലോ ആയിട്ട്. ഇൻ ലീനിയർ മോഷൻ ദർ ഈസ് സ്ട്രൈറ്റ് ലൈൻ പാത്ത് ഫോളോവേഡ് ബൈ an object. ലീനിയർ മോഷനിൽ ഉണ്ടാവുക ഒരു ഒബ്ജക്റ്റിന്റെ സ്ട്രൈറ്റ് ലൈൻ പാത്ത് എപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കും ഒബ്ജക്റ്റ്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ ട്രൂ ആണ് ഉത്തരം. Projectile is an object that given an initial velocity and then follows a path determined by entirely by gravity. The motion projectile characterized by curved path such as trajectory of a thrown ball and launched projectile. ഇനീഷ്യൽ വെലോസിറ്റി ഫോളോ ചെയ്യുന്ന പാത്തിനെ എൻറ്റയർലി ഡിറ്റർമിൻ ചെയ്യുന്നത് ഗ്രാവിറ്റിയാണ്. അതേപോലെ പ്രൊജക്റ്റൈൽ ക്യാരക്ടറൈസ്ഡ് ബൈ, ഈ പ്രൊജക്റ്റൈൽ എന്ന് പറയുന്നത് ക്യാരക്ടറൈസ് ഒരു കർവ്ഡ് പാത്തിനെ ആണ് ഇത് ക്യാരക്ടറൈസ് ചെയ്യുന്നത്. അതേപോലെ ട്രാജക്ടറി അല്ലെങ്കിൽ ഒരു ത്രോൺ ബോൾ അങ്ങനെയൊക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫാൾസ് ആണ് ഉത്തരം. ലോഡ് ആൻഡ് റെസിസ്റ്റൻസ് ആം റെഫർ ടു ഡിസ്റ്റൻസ് വിത്തിൻ ഫൾക്രം. ഇതിൽ പറയുന്നത് ആ സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആണെന്നാണ് പറയുന്നത്. ലോഡ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ് refer to distance within fulcrum and location of load and resistance. It also known as effort arm or force arm. The load of resistance is a force acting on the lever and load. Resistance arm is the distance from fulcrum to the point where load is resistance applied. So next question, fifth question ഉത്തരം true എന്നാണ്. The angle of pull can be defined as angle between lines of pull of a muscle and bone which insert it. Angle of pull എന്ന് പറയുമ്പോൾ angle between lines of pull, അതേപോലെ angle between lines of pull of muscle and the bone which insert it. It represents the direction in which muscle force is exerted. അത് റെപ്രസെന്റ് ചെയ്യുന്നത് മസിൽ ഫോഴ്സ് എക്സേർട്ടഡ് ആയിട്ടുള്ള ഡയറക്ഷനെയാണ്. ആൻഡ് ഇൻഫ്ലുവൻസ് എഫക്റ്റീവ്നെസ് ആൻഡ് എഫിഷ്യൻസി ഇൻ മസിൽ ആക്ഷൻ. അത് ഇൻഫ്ലുവൻസ് ചെയ്യുക എഫക്റ്റീവ്നെസ് ആയിട്ടുള്ള എഫിഷ്യൻസി ആയിട്ടുള്ള മസിൽ ആക്ഷനെയാണ്. ദ ആംഗിൾ ഓഫ് പുൾ ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് ജോയിന്റ് മെക്കാനിക്സ് ആൻഡ് ബയോമെക്കാനിക്സ്. ആംഗിൾ ഓഫ് പുള്ള് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ കേസ് ഓഫ് ജോയിന്റ് മെക്കാനിക്സ് ആൻഡ് ബയോമെക്കാനിക്സ്. Then moving on to one word answers. In which type of lever the weight between force and fulcrum? Then next question, what will be the angle of projection to achieve maximum distance? Write the formula of calculating work. Another name of straight line motions. Formula of calculating force. Name of the force exerted on an object that is wholly or partially immersed in a fluid. In which state the sum of the force acting on a body is equal to 0? What is the name of a rigid bar resting on a pivot used to move heavy or firmly fixed load with one end when pressure is applied on the other? What is the tendency of force causing changes rotational motion of a body? Another name of law of inertia. So ആദ്യത്തേതിൻ്റെ ഉത്തരം ഇന്റർപോസ്ഡ് എന്നാണ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ വന്നിട്ടുള്ളത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുമ്പോൾ ഇന്റർപോസ്ഡ് എന്നാണ്. ഇൻ വിച്ച് ടൈപ്പ് ഓഫ് ലിവർ വിച്ച് വെയിറ്റ് ഈസ് ബിറ്റ്വീൻ ഫോഴ്സ് ആൻഡ് ഫൾക്രം എന്നതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരമാണ് ഇന്റർപോസ്ഡ് എന്ന് വെച്ചാൽ ദ വെയിറ്റ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ ഫോഴ്സ് എഫേർട്ട് ആൻഡ് ദ ഫൾക്രം ഇൻ ആൻ ഇന്റർപോസ്ഡ് ലെവർ. The configuration allow mechanical advantage. ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ ഈ കോൺഫിഗറേഷനിൽ മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ട് ഡിപ്പെൻഡിങ് ഓൺ റിലേറ്റീവ് ഡിസ്റ്റൻസ് ഫോർ ദ വെയിറ്റ് ഫോഴ്സ് ആൻഡ് ഫൾക്രം. Then second question, what is the angle of projection to achieve maximum distance? ഒരു angle of projection maximum distance achieve ചെയ്യാനുള്ളത്. അതിൻ്റെ ഉത്തരമാണ് ഒപ്റ്റിമൽ. The angle of projection that yields the maximum distance for a projectile is often referred as optimum angle. The angle depends on factors such as initial velocity and gravitational acceleration. ഈ ആംഗിൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇനീഷ്യൽ വെലോസിറ്റിനെയും അതേപോലെ ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷനെയാണ്. Then write the formula of calculating work. The formula of calculating work, simply work itself. Work is defined as a product of force displacement expressed as W equal to F into D.
where W represent work, F represent force and D represent displacement. ഇവിടെ വർക്ക് എന്ന് പറയുന്നത് W വർക്കിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, F ഫോഴ്സിനെയാണ്, അതേപോലെ D എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെന്റിനെയും. Then another name of straight line motions, recliner എന്നാണ് അതിന്റെ another name വരാം. Straight line motion can be referred as recliner motions also. Recliner motions involves movement in straight path without curvature or deviation. Curvature or deviation ഓ ഇല്ലാത്ത straight line പാത്തിലേക്ക് മൂവ് ചെയ്യുന്നതിനാണ് recliner എന്ന് പറയുന്നത്. Formula of calculating force. Force calculate ചെയ്യുന്നതിന് formula. Formula of calculating force is represented by force. Force is defined as the product of mass and acceleration expressed in F equal to ma, where F represent as force and m represent as mass, and the representation and a representation represents as acceleration. അപ്പോൾ F equal to ma നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള അതിൽ F ഫോഴ്സിനെയും m മാസിനെയും a ആക്സിലറേഷനെയാണ് represent ചെയ്യുന്നത്. And name of the force exerted on an object wholly or partially immersed in a fluid. Buoyancy എന്നാണ് അതിന്റെ പേര്. The force exerted on an object wholly or partially immersed in a force. അതായത് ഒരു ഒബ്ജക്റ്റ് പാർഷ്യലി ആയിട്ടോ മൊത്തത്തിലോ ഒരു ഫ്ലൂയിഡിൽ മുക്കി വെച്ചിട്ടുണ്ട്. ആ മുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫോഴ്സിനെ പറയുന്ന പേരാണ് buoyancy എന്നാണ് അതിന്റെ പേര്. The force exerted on an object wholly or partially such as water, വെള്ളമാവാം അല്ലെങ്കിൽ എയർ ആവാം, called buoyancy. Buoyancy act in the opposite direction of force. Buoyancy act ചെയ്യുക ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിലാണ്. ഫോഴ്സിന്റെ അല്ല, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിലാണ്. ഡിപ്പെൻഡ് ഓൺ ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്. ആ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റിക്ക് അനുസരിച്ചിട്ട് ആൻഡ് ആ ഫ്ലൂയിഡിന്റെ ഡെൻസിറ്റിക്ക് അനുസരിച്ചിട്ട് പിന്നെ ആ ഫ്ലൂയിഡിന്റെ വോളിയം അല്ലെങ്കിൽ ആ ഇമേഴ്സ്ഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റിന്റെ വോളിയം അനുസരിച്ചിട്ട്. Then state in which the sum of the force acting on a body is equal to 0. State in which sum of the force, എല്ലാ ഫോഴ്സിന്റെയും സമ്മ് എല്ലാ ബോഡിയുടെയും ഫോഴ്സിന്റെ സമ്മ് 0 ആവുന്ന അവസ്ഥ, ഇക്വലിബ്രിയം എന്ന അവസ്ഥ. The sum of force acting on a body equal to 0 when the body of state is equilibrium ആവുന്ന അവസ്ഥ. The net force acting on a body is balanced, resulting in overall acceleration and change in motion. Name a rigid bar resting on a pivot used to move heavily firmly fixed load with one and when pressure is applied to other. Lever എന്നാണ് അതിന്റെ ഉത്തരം. Lever. A lever is rigid bar resting on a pivot point called fulcrum. അതായത് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഹെവി ആയിട്ടുള്ള റിജിഡ് ബാർ, ഒരു പിവട്ട്, അതായത് തിരിയുന്ന ഒരു ജോയിന്റ്, ഒരു ഹെവിയോ ഭയങ്കര ഹെവി ആയിട്ടുള്ള ഒരു ലോഡിനെ മൂവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനം, അതിന്റെ പേരാണ് ലെവർ എന്ന് പറയുന്നത്. ആ ബാർ റെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്തിനെ പറയുന്നതാണ് ഫൽക്രം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ തിരിയാൻ ഹെൽപ്പ് ചെയ്യുന്ന ഫോഴ്സിനെ കൺവേർട്ട് ചെയ്യുന്ന ഭാഗം. It is used to move heavily loaded applied force to fixed load at one end by exerting pressure on a force at another end. അതായത് ഇത് മൂവ് ചെയ്യാൻ ഭയങ്കര ഹെവി ആയിട്ടുള്ള ലോഡിനെ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ട് മൂവ് ചെയ്യാനും ഒരു എൻഡിൽ പ്രഷർ കൊടുത്തിട്ട് മറ്റേ എൻഡിൽ ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാൻ സഹായിക്കുന്നതിനെയാണ് ഈ ലെവർ എന്ന് പറയുന്നത്. Tendency of force caused to change rotational motion of a body. Tendency of force to cause or change rotational motion of a body. അതായത് ഫോഴ്സിന്റെ ടെൻഡൻസി റൊട്ടേഷണൽ മോഷന്റെ അതായത് ടെൻഡൻസി ഓഫ് ഫോഴ്സ് ടു കോസ് ചേഞ്ച് ഇൻ റൊട്ടേഷണൽ മോഷൻ ഓഫ് ബോഡി. അതായത് റൊട്ടേഷണൽ മോഷൻ ഓഫ് എ ബോഡിനെ ചേഞ്ച് ചെയ്യാൻ കഴിയുന്ന ഫോഴ്സിന്റെ ടെൻഡൻസിന്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. ടോർക്ക് എന്നാണ് ആ ടെൻഡൻസിന്റെ പേര്. ടോർക്ക് ഈസ് എ ടെൻഡൻസി ഓഫ് ഫോഴ്സ് ടു കോസ് ചേഞ്ച് ഇൻ റൊട്ടേഷണൽ മോഷൻ ഓഫ് എ ബോഡി. അതായത്
ഒരു ബോഡിയുടെ റൊട്ടേഷൻ മോഷനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫോഴ്സ്, അതാണ് ടോർക്ക്. ഇറ്റ് ഈസ് ഡിപ്പെൻഡന്റ് ഓൺ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ it is dependent on the magnitude of a force and distance from pivot joint and axis of rotation. അത് ഡിപ്പെൻഡ് ചെയ്യുന്ന മാഗ്നിറ്റ്യൂഡ് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡിനെയാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതേപോലെ പിവറ്റ് ജോയിന്റിന്റെ ഡിസ്റ്റൻസിനെയാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഐ മീൻ ആ ഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അനദർ നെയിം ഓഫ് ലോ ഓഫ് ഇനർഷ്യ, ഫസ്റ്റ് ലോ ആണ് നമ്മൾ state that an object at rest tend to stay at rest, an object in motion tend to stay in motion with same speed direction unless acted by an external force. So that standing heel lift എന്ന് പറയുന്നത് ക്ലാസ് 1 ലെവർ ആണ്. ലിവറിന്റെ ക്ലാസിഫിക്കേഷൻ ബോയോൻസി, അത് പ്രവർത്തിക്കുന്നത് Archimedes principle, the arc of motion, the turning round in a circle, rotatory motion, spinning object, backspin തന്നെ, law of inertia, Newton, scissors, pivot joint, running, double swing phase, Magnus effect, projectile angle of release. Yes, that's all for the one word. Thank you guys for joining me.